ഹേ ഗുഡ് മോർണിംഗ് ഓൾ. അങ്ങനെ ദേ വീണ്ടും ഒരു ഡെയിലി മോർണിംഗ് റൈഡാട്ടോ. അപ്പോൾ സമയം ദേ ഏകദേശം 5:45 കഴിഞ്ഞിട്ടുണ്ട്. രാവിലത്തെ ആ ഒരു വെട്ടമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ദേ ഇന്നലെ മഴയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ദേ ഇന്ന് എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ നമ്മുടെ പിറവം ഓണക്കൂരടുത്ത് ഊരഞ്ഞാട്ടുചിറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ടാണ് പോണേ. അപ്പം ലെറ്റ്സ് ഗോ. ഇതിപ്പം സ്ഥലം എലഞ്ഞി കേട്ടോ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സിറ്റി കേട്ടോ. അപ്പോൾ രാവിലെ മഴയില്ലെങ്കിലും വഴിനീളെ ഇതുപോലെ വെള്ളം കേട്ടോ, വെള്ളം ക്രോസ് ഒഴുകുന്നതാണ്. അപ്പോൾ ഓൺ ദ വേ ടു പിറവം നമുക്ക് ഈ ലെഫ്റ്റ് എടുക്കുവാണെങ്കിൽ ക്ലൈംബ് ഒഴിവാക്കി പോകാം കേട്ടോ. എന്നും പറഞ്ഞ് വലിയ ക്ലൈമ്പല്ല, നമ്മൾ പിറവം പോണ വഴിക്കുള്ള 2 ക്ലൈമ്പുണ്ട് കേട്ടോ. അതിലൊരു ചെറിയ ക്ലൈമ്പാണിത്. പക്ഷേ ഈ ഒരു ക്ലൈമ്പ് കയറുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഡൗൺ ഹിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് യൂഷ്വലി നമ്മൾ ഈ റൂട്ട് തന്നെയാണ് കേട്ടോ പോണേ. അങ്ങനെ പിറവത്തിന് മുന്നുള്ള ഒരു ഫൈനൽ ക്ലൈംബ് കേട്ടോ. ഇതും ലെങ്തി ക്ലൈംബ് അല്ല. ആക്ച്വലി നമ്മുടെ ലൊക്കേഷനിലേക്ക് ഇവിടുന്ന് റൈറ്റ് ആയിട്ടോ പോകണ്ടേ. പക്ഷെ നമ്മളിപ്പോൾ ലെഫ്റ്റ് എടുത്തു. അങ്ങനെ നമ്മൾ ലെഫ്റ്റ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്തൊരു അപ്പച്ചനും അമ്മച്ചനും നടത്തുന്ന ഒരു ചെറിയ കടയുണ്ട് കേട്ടോ. പെട്ടിക്കടയാണ്. രാവിലെ ചായയും കടിയും കിട്ടും കേട്ടോ. അപ്പോൾ യൂഷ്വലി നമ്മൾ പിറവം വരുമ്പോൾ ചായ കുടിക്കുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ ആക്ച്വലി നമുക്ക് ഇവിടെയും ഈ ലെഫ്റ്റ് എടുത്ത് പോയാൽ മതി. പക്ഷെ നമുക്ക് ഈ ഒരു ചെറിയ ക്ലൈംബ് കിട്ടാൻ വേണ്ടിയിട്ട് റൈറ്റ് എടുത്തു കേട്ടോ. അപ്പോൾ പിറവത്ത് ഈ അടുത്തുള്ള ചെറിയ ഹോട്ടലിലൊക്കെ രാവിലെ കടി കൊണ്ട് കൊടുക്കുന്ന ഇവരാട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം കട തുറന്നിട്ടുണ്ടോ. മഴയൊക്കെ അല്ലേ. ഓക്കെ ഗായ്സ്, അപ്പോൾ മറ്റേ പാട്ടിട് മൂഞ്ചി മൂഞ്ചി ഇതാട്ടോ കട. അതെ, ഒരു പെട്ടിക്കടയാണ്. അപ്പം അവരിന്ന് തുറന്നിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ മഴയൊക്കെ അല്ലേ, അതുകൊണ്ടാവും. പിന്നെ നമ്മൾ നേരെ നമ്മുടെ ലൊക്കേഷൻ പോകാം കേട്ടോ. പിറവം സെൻറ്റ് മേരീസ് പള്ളി കേട്ടോ നേരെ കാണുന്നത്. അപ്പോൾ രാവിലെ ഇതേ പള്ളിയുടെ ബാക്കിൽ നിന്ന് ഒരു സൺറൈസ് ചെയ്യുമൊക്കെ നല്ല രസം കേട്ടോ. കളറേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പോണത് ഓണക്കൂർ കേട്ടോ. ഓണക്കൂർ റൂട്ട് അവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ പിറവം ടു ഓണക്കൂർ ആകെയുള്ളൊരു ക്ലൈമ്പാണ്. ഒരുപാട് ലെങ്തൊന്നുമില്ല, മാക്സിമം 1 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ.
അങ്ങനെ നമ്മൾ ഒരു ചായ കുടിക്കാൻ നിർത്തി കേട്ടോ. അപ്പോൾ യൂഷ്വലി നമ്മുടെ പിറമൺ റൈഡാണെങ്കിലും നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് ആ ഒരു കടയിൽ നിന്ന് ചായ കുടിക്കാറ്. പക്ഷേ നമ്മൾ തിരിച്ചിന്ന് പിറമൺ പോകുന്നില്ല. സോ രാവിലെ അവിടെ പോയി കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ആ ഒരു കട തുറന്നിട്ടില്ലായിരുന്നു, നമ്മുടെ ഒരു അപ്പച്ചൻ്റെ അമ്മച്ചൻ്റെ കട എന്ന് പറഞ്ഞ്. സോ നമ്മൾ കൊണ്ടുപോയ ഒരു ഹോട്ടലിൽ നിന്നൊരു ചായ കുടിക്കും കേട്ടോ. അങ്ങനത്തെ രാവിലെ നമ്മുടെ ചായ വന്നു കേട്ടോ. അപ്പോൾ യൂഷ്വലി നമ്മൾ ഓൺ ദ വേ ബാക്കാണ് ചായ കുടിക്കാറ്. പക്ഷേ ഇതിപ്പോൾ രാവിലെ നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്യുമല്ലോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ കുടിക്കാണ്ട് പോകണത് മോശമല്ലേ. അങ്ങനത്തെ മേടിച്ച് കുടിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഓണക്കൂര് തന്നെയാണ് ലൊക്കേഷൻ. അപ്പോൾ നമുക്കിനി നേരെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഡൗൺ ഹില്ലാട്ടോ. ആ ഒരു ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും അവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. അങ്ങനെ നമ്മൾ ആ ഫ്ലോയിൽ ആ ഇറക്കം അങ്ങ് ഇറങ്ങി വന്നു കേട്ടോ. ഇനിയിപ്പം ഈ കയറ്റത്തിൻ്റെ ചെറിയൊരു പോർഷൻ കാരണം അവിടുന്ന് നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ പോകുന്ന ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഊരനാട്ടുചിറ റോഡ് എന്നൊക്കെ ഒരു പച്ച ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വഴി നേരെ ചെല്ലുന്നത് അങ്ങോട്ടാട്ടോ. ആക്ച്വലി ഞാൻ പോയിട്ടില്ല, അങ്ങോട്ടാണ്. നമ്മളെത്തി കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ. നമുക്ക് ഫ്രണ്ടിൽ പോട്ടാ. ഓ കൊള്ളാലോ. അങ്ങനത്തെ ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു ലൊക്കേഷൻ, ഊരനാട്ടുചിറ. അപ്പോൾ ആ ഒരു ചെക്ക് ഡാം വരുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ ആട്ടോ നമ്മൾ വണ്ടിയൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് സംസാരിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നല്ല സൗണ്ട് കേട്ടോ. അതായത് വെള്ളം ഒഴുകുന്ന ആ ഒരു സൗണ്ട് കാരണം നമ്മൾ സംസാരിച്ചാലൊന്നും കേൾക്കത്തില്ല. അപ്പോൾ ഈ കാണുന്നതാണ് ഉഴൂര് നദി. അപ്പം വലിയ നദിയൊന്നുമല്ല, അതായത് ചെറിയൊരു നദി കേട്ടോ. അപ്പം ഈ ഒരു നദിയുടെ കുറുകെയാണ് നമ്മുടെ ഈ ഒരു ചെക്ക് ഡാം കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് നേരെ നമ്മുടെ കക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ചെന്നിട്ട് മൂവാറ്റുപുഴ ആറുമായിട്ട് കൂടിച്ചേരും കേട്ടോ. മഴയൊക്കെ പെയ്ത് അത്യാവശ്യം ഒരു ചെളി കളറായേക്കും കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നോക്കുവാണെങ്കിലും കാണാം. അതായത് നിലം കാണാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം 1-2 ആൾ താഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊരു ചേട്ടനെ കണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയോട് ചോദിച്ചപ്പോഴും പറഞ്ഞ് ഒരാൾപ്പൊക്കത്തിലൊക്കെ ഉണ്ട്, ചിലപ്പോൾ കുഴിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ചില സ്ഥലത്ത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ 1-2 ആൾപ്പൊക്കത്തിലൊക്കെ വെള്ളമുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇറങ്ങണമെങ്കിൽ കുറച്ചുകൂടെ അങ്ങ് ആ ഒരു ചെക്ക് ഡാമിൻ്റെ അങ്ങേ സൈഡിൽ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു കുളിക്കടവ് പോലെ. അവിടെ വരെ നമുക്ക് ടാറിട്ട റോഡുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കുന്ന വഴിയാണ് ഇത്. അപ്പോൾ ഈ വഴിയെ ഒരുപാട് അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചാൽ നമുക്ക് പോയി അപ്പുറത്തെ നമ്മുടെ മെയിൻ റോഡിലേക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷേ വഴി കുറച്ച് മോശം വഴിയാണ്. ഇടയ്ക്കൂടെ നല്ല കുഴിയൊക്കെ ഉണ്ടെന്നാട്ടോ പറഞ്ഞത്. പക്ഷേ എന്താണേലും നല്ലൊരു അടിപൊളി എന്നാ പറയുന്നത് ആംബിയൻസ് ഉള്ള സ്പേസ് കേട്ടോ. അപ്പോൾ ഇതിപ്പം പുല്ലൊക്കെ കയറി കിടക്കുവാണ്. എന്നാലും പാടാം കേട്ടോ. നെൽപ്പാടങ്ങളാണ്. അവിടെ എന്താണ് കപ്പയൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു
മരങ്ങളും ദേ അടയ്ക്കാൻ മരങ്ങളൊക്കെ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓൺ ദ വേ ബാക്ക്. ഞാൻ പറഞ്ഞ പോലെ നല്ല ക്ലൈംസ് ഉണ്ട് കേട്ടോ. 10ഉം 15ഉം ഗ്രേഡ് വരുന്ന ആ ക്ലൈമ്പെല്ലാം നമ്മളിനി തിരിച്ചു ചവിട്ടാൻ പോവാണ്. ഇങ്ങോട്ടിറങ്ങി വന്ന ഒരു ഗ്രേഡ് ക്ലൈംസ് ആട്ടോ ഇത്. അങ്ങനത്തെ നമ്മുടെ ഒരു വീക്ക് ഡേ മോർണിംഗ് റൈഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കൂടുതൽ കാഴ്ചകളൊന്നുമില്ല. അപ്പം ഓക്കെ, ബൈ.